ഹലോ എവരിവൺ. നമ്മളിന്ന് കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ ആൻഡ് എഞ്ചിനീയറിംഗിന്റെ 4ാമത്തെ മൊഡ്യൂളിലെ ഫസ്റ്റ് ചാപ്റ്ററാണ്. അപ്പോൾ അതിന്റെ ആദ്യത്തെ ചാപ്റ്ററിൽ തന്നെ നമുക്ക് പറയുന്നത് ബിൽഡിങ്ങിന്റെ കമ്പോണൻസും അതിന്റെ ഓരോ ഫംഗ്ഷനുമാണ്. അപ്പം നമുക്ക് ഒരു ബിൽഡിങ്ങിന്റെ കമ്പോണന്റ് നമ്മൾ മെയിനായിട്ട് രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് സബ്സ്ട്രക്ചറും സൂപ്പർ സ്ട്രക്ചറും. സൂപ്പർ സ്ട്രക്ചർ എന്ന് പറയുമ്പോഴത്തേക്കും ഗ്രൗണ്ട് ലെവലിന്റെ മേലേക്ക് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന ആ ഒരു പാർട്ടിയാണ് നമ്മൾ സൂപ്പർ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഗ്രൗണ്ട് ലെവലിന് താഴേക്ക് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന സ്ട്രക്ചറിനെയാണ് സബ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രൗണ്ട് ലെവലിന് താഴേക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻ ഏതാണ്? ഫൗണ്ടേഷൻ അല്ലേ? ഫൗണ്ടേഷൻ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ നമുക്ക് ഫൗണ്ടേഷന്റെ ഫങ്ഷൻസ് അറിയാം, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഫൗണ്ടേഷൻ കൊടുക്കുന്നത്. ഓക്കെ, to provide a level and a uniform base to the superstructure, to distribute the load of the structure on a larger area, to provide a good anchorage imparting stability to the superstructure to prevent overhanging. അതായത് ഇത്രയേ ഉള്ളൂ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഫൗണ്ടേഷൻ കൊടുക്കുന്നതെന്ന്. ഏറ്റവും ആദ്യം തന്നെ ഈ ഒരു സൂപ്പർ സ്ട്രക്ചർ, അതായത് ഗ്രൗണ്ട് ലെവലിന് മേലേക്ക് ആ ലോഡ് വരുന്ന സ്ട്രക്ചറിനെല്ലാം ഒരു ലെവൽ ആൻഡ് യൂണിഫോം സ്ട്രെങ്ത് ഉള്ള ഒരു ലെവൽ പ്ലാറ്റ്ഫോമിലേക്ക് ഈ ലോഡ് കൊടുക്കുക എന്നുള്ളത്. കാരണം ഡിഫറെന്റ് ഏരിയാസിലേക്ക് അല്ലെങ്കിൽ അതിന്റെ ആ ഒരു സർഫസ് ലെവൽ അല്ലെങ്കിൽ എന്ത് സംഭവിക്കാം, അത് കാരണം സ്ലൈഡിങ്ങോ അല്ലെങ്കിൽ മണ്ണിടിച്ചിലിനൊക്കെ ചാൻസ് ഉണ്ടാവാനുള്ള ഒരു പ്രോബിലിറ്റി ഇല്ല. അപ്പം അത് ഒഴിവാനായിട്ട് ഒരു ലെവൽ ബേസ് വേണം. പിന്നെ നമുക്കറിയാം ഈ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് എന്താണ്, മേലത്തെ ലോഡ് ഒരു ലാർജർ ഏരിയയിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കണം അല്ലെ. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു ലാർജർ ഏരിയ, അതായത് ഈ ഒരു ഫൗണ്ടേഷന്റെ ബോട്ടം എന്ന് പറയുന്നത് ഗ്രൗണ്ടിലേക്കായിരിക്കും എത്തുന്നത്. അതുപോലെ തന്നെ അത് കുറച്ചും കൂടെ വൈഡ് ആയിട്ടായിരിക്കും അവിടെ കൊടുത്തിട്ടുണ്ടാവുക. അപ്പം അങ്ങനെ നമ്മൾ ഇനി ടൈപ്സ് ഓഫ് ഫൗണ്ടേഷൻ പറയുന്ന നേരത്ത് നമുക്ക് ആ കാര്യം ഞാൻ പറഞ്ഞുതരാം. കൂടുതൽ ഏരിയയിലേക്ക് യൂണിഫോം ആയിട്ട് കൊടുക്കുക എന്നുള്ളതാണ് എന്തിന്റെ പർപ്പസ്, ഈ ഒരു ഫൗണ്ടേഷന്റെ പർപ്പസ്. പിന്നെ ഒരു ഗുഡ് ആങ്കറേജ് ഇമ്പാർട്ടിങ് സ്റ്റെബിലിറ്റി, ഒരു അഡീഷണൽ സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഈ സോയിലും നമ്മുടെ സ്ട്രക്ചറും തമ്മിൽ ഒരു അഡീഷണൽ ആങ്കറേജ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഫുൾ അല്ലെങ്കിൽ കുറച്ചും കൂടി ഒന്ന് സ്റ്റേബിൾ ആവുന്ന ആ ഒരു കൺസെപ്റ്റാണ് ആങ്കറേജ് എന്ന് ഉദ്ദേശിക്കുന്നത്. ടു പ്രിവെന്റ് ഓവർഹാങ്ങിങ് എന്ന് ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും ഒരു ഭാഗത്ത് മാത്രം സെറ്റിൽമെന്റ് ഒക്കെ വന്നാലും മൊത്തത്തിൽ ഈ ഫൗണ്ടേഷൻ അല്ലെങ്കിൽ നമ്മുടെ സ്ട്രക്ചർ ഫെയിൽ ആവാണ്ടിരിക്കാൻ വേണ്ടി ത്രൂ ഔട്ട് ഒരു ലാർജർ ഏരിയയിലേക്ക് ഈ ലോഡ് ഇമ്പാർട്ട് ചെയ്യുക. അപ്പൊ പർപ്പസ് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഇനി നമുക്ക് അതിന്റെ ടൈപ്സ് പറയാം. മെയിൻലി നമുക്ക് ഈ ഫൗണ്ടേഷനെ രണ്ട് ക്ലാസ്സിലേക്ക് തിരിക്കാം, ഷാലോ ഫൗണ്ടേഷനും ഡീപ്പ് ഫൗണ്ടേഷനും. ഇപ്പൊ ഷാലോ ഫൗണ്ടേഷൻ എന്ന് പറയുമ്പോൾ എന്താ, ഇപ്പൊ ഷാലോ റിവർ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലെ. ഷാലോ എന്ന് പറയുമ്പോഴത്തേക്കും ഒരുപാട് ആഴമില്ലാത്തതെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം അതുപോലെ തന്നെ ഷാലോ ഫൗണ്ടേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഒരുപാട് ഡീപ്പ് അല്ല, ഒരു നിശ്ചിത ഡെപ്തിൽ മാത്രമേ അത് പോകുന്നുള്ളൂ. അപ്പം അതിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് when depth of foundation is less than or equal to the width of its foundation, അതായത് ആ ഒരു ബിൽഡിങ്ങിന്റെ വിഡ്ത്തിന്റെ അതിനേക്കാളും താഴെയാണ് അല്ലെങ്കിൽ അതിനേക്കാളും കുറവാണ് നമ്മുടെ ഫൗണ്ടേഷന്റെ ഡെപ്ത് എങ്കിൽ അതാണ് ആ ഒരു ക്ലാസിഫിക്കേഷൻ. അപ്പം ഈ ഒരു ക്ലാസിഫിക്കേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ടെർസാഗിയാണ്. അപ്പൊ നമുക്ക് ടെർസാഗിനെ കുറിച്ചൊക്കെ നമുക്ക് അടുത്ത സെമ്മിലാണ് പഠിക്കാനുള്ളത്. സോയിലിന്റെ ക്ലാസിഫിക്കേഷൻ ഒക്കെ അതിനകത്ത് വരും. അപ്പൊ ജസ്റ്റ് ഓർത്താൽ മതി, when the depth of foundation is less than or equal to the width of the building അല്ലെങ്കിൽ width of the foundation, അതിനാണ് നമ്മൾ ഷാലോ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. ഇനി ഈ ഷാലോ ഫൗണ്ടേഷൻ തന്നെ എന്താണ്, നമുക്ക് പല ക്ലാസിഫിക്കേഷനിലേക്ക് തിരിക്കാനുണ്ട്. സ്പ്രെഡ് ഫൂട്ടിംഗ് ഉണ്ട്, കമ്പൈൻഡ് ഫൂട്ടിംഗ് ഉണ്ട്, സ്റ്റാഫ് ഫൂട്ടിംഗ് ഉണ്ട്, മാറ്റ് ആൻഡ് റാഫ്റ്റ് ഫൗണ്ടേഷൻ. നമുക്കത് ഓരോന്നായിട്ട് നോക്കാം. അതിനു മുമ്പ് ഡീപ് ഫൗണ്ടേഷൻ എന്തായിരിക്കും? ഡീപ് ഫൗണ്ടേഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും വരിക? ഈ ഷാലോ ഫൗണ്ടേഷൻ പോലെ തന്നെ when the depth is greater than width of the foundation അല്ലെ. ഈ ഒരു ബിൽഡിങ്ങിന്റെ വിഡ്ത്തിനേക്കാളും കൂടുതലാണ് നമ്മുടെ ഫൗണ്ടേഷൻ ഡെപ്ത് എങ്കിൽ അതിനെയാണ് നമ്മൾ ഡീപ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. ഒരുപാട് ആഴത്തിലാണ് ഫൗണ്ടേഷൻ പോയതെങ്കിൽ. അപ്പം അത് ഏതൊക്കെ സിറ്റുവേഷനിലായിരിക്കും കൊടുക്കുക? നമ്മുടെ സോയില്, അതായത് ഈ ഒരു ബിൽഡിങ്ങിനോട് ചേർന്നുള്ള സോയില് ഒരുപാട് സ്ട്രോങ് അല്ല അല്ലെങ്കിൽ നല്ലൊരു സോയിലുള്ള ഒരുപാട് ഡീപ്പ് ആയിട്ടാണെങ്കിൽ നമുക്ക് ആ ഒരു ഡെപ്ത് വരെ ഈ ഒരു ലോഡ് എത്തിക്കണ്ട. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡീപ്പായിട്ട് ലോഡ് കൊടുക്കണം അല്ലെങ്കിൽ ഡീപ്പായിട്ട് ഈ ഫൗണ്ടേഷൻ നിർമ്മിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡീപ് ഫൗണ്ടേഷൻ ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ഷാലോ ഫൗണ്ടേഷന്റെ കുറച്ച് ക്ലാസിഫിക്കേഷൻ ഞാൻ പറഞ്ഞായിരുന്നില്ലേ, നമുക്കൊന്നുകൂടെ കാണാം. സ്പ്രെഡ് ഫൂട്ടിംഗ് ഉണ്ട്, സിംഗിൾ ഫൂട്ടിംഗ് ഫോർ കോളം, സ്റ്റെപ്ഡ് ഫൂട്ടിംഗ് ഫോർ കോളം, പേരുകൾ മാത്രം ഒന്ന് വായിക്കുക ആദ്യം. സ്ലോപ്ഡ് ഫൂട്ടിംഗ് ഫോർ കോളം, വാൾ ഫൂട്ടിംഗ് വിത്ത് സ്റ്റെപ്പ്, സ്റ്റെപ്ഡ് ഫൂട്ടിംഗ് ഫോർ വാൾ. അപ്പം ഞാൻ ഓരോന്നായിട്ട് പറയാം. ഏറ്റവും ആദ്യം സ്റ്റെപ്പ് ഫൂട്ടിംഗ്. സ്റ്റെപ്പ് ഫൂട്ടിംഗ് എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ, ജസ്റ്റ് ഒരു കോളത്തിന്റെ താഴെ ഒരു ഒരു ഫൂട്ടിംഗ്, അതിനാണ്. ഇപ്പോൾ ഇവിടെ നമുക്ക് ആദ്യത്തേത് കാണാം. ആദ്യത്തേത് ഒരു ചെറിയ സ്ലോപ്പിങ്ങിലാണ് അത് കൊടുത്തേക്കുന്നത്. അതായത് കോളത്തിന് ശേഷം ഈ ഒരു ഫൗണ്ടേഷന്റെ ആ ഫുട്ടിങ്ങിന്റെ ആ ഒരു വിട്ടിലേക്ക് എത്താൻ നേരത്ത് കുറച്ചും കൂടെ ഒരു സ്മൂത്ത് ആയിട്ടൊരു കർവാണ് കൊടുത്തിരിക്കുന്നത്. അതിനാണ് നമ്മൾ സ്ലോപ്ഡ് ഫുട്ടിംഗ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് ഇതിന്റെ ആദ്യത്തെ ഫിഗർ കാണാൻ പറ്റുന്നില്ലേ? ആദ്യത്തെ ഫിഗർ നോക്കിക്കേ. ആദ്യത്തെ അല്ല, മൂന്നാമത്തെ പറയുമ്പോൾ സിമ്പിൾ ഫുട്ടിംഗ് ഫോർ കോളം. ഒരു കോളം, അതിന്റെ താഴെ ഒരു ഫൗണ്ടേഷൻ, ഒരു ഫൂട്ടിംഗ് അല്ലെ. അപ്പം ഇതിനകത്ത് പറയുമ്പോൾ എന്താണ്, ഈ കോളത്തിൽ നിന്ന് ഒരു ലാർജർ ഏരിയയിലേക്ക് ഈ ഫൂട്ടിങ്ങിലൂടെ ലോഡ് താഴേക്ക് പോകും, ആ ഒരു കൺസെപ്റ്റ്.
അപ്പം ഇത് ഒരു സിമ്പിൾ ഫൂട്ടിംഗ് ഫോർ കോളം. അതാണ് ഇവിടെ ആദ്യം ഉദ്ദേശിക്കുന്നത് സ്പ്രെഡ് ഫൂട്ടിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സ്പ്രെഡ് ഫൂട്ടിംഗ് തന്നെ പല തരത്തിലുണ്ട്. സിംഗിൾ ഫൂട്ടിംഗ്, സ്റ്റെപ്ഡ്. അപ്പം ഇതിന്റെ ആദ്യത്തത് സിമ്പിൾ ഫൂട്ടിംഗ്, രണ്ടാമത്തത് സ്ലോപ്ഡ്. അതായത് എന്താണ്, ഒരു ചെറിയ സ്ലോപ്പിങ്ങിലായിരിക്കും ഇവിടെ ഈ ഒരു കർവിങ് വരുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സ്റ്റെപ്ഡ് ഫൂട്ടിംഗ് അല്ലെങ്കിൽ ഒരു സിമ്പിൾ ഫൂട്ടിംഗ് ഫോർ വാളും കൊടുക്കാം. അതിന്റെ പ്രത്യേകത എന്തായിരിക്കും, ഒരൊറ്റ ഇതിലായിട്ടായിരിക്കും വരിക. മനസ്സിലായി? ഈ രണ്ടും തമ്മിലൊന്ന് കമ്പയർ ചെയ്യാം. അടുത്തത് സ്റ്റെപ്ഡ് വാൾ ഫൂട്ടിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും വാള് കഴിഞ്ഞിട്ട് ഒറ്റ ഇതല്ല, പല പല സ്റ്റെപ്പായിട്ട് പല തട്ടുകളായിട്ടായിരിക്കും ഈ ഒരു ഫൈനൽ ആ ഒരു വിഡ്ത്തിലേക്ക് എത്തുന്നത്. ഇതുപോലെ തന്നെ സ്റ്റെപ്ഡ് കോളം ഫോർ ഫൂട്ടിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇവിടെ സ്ലോപ്പിംഗ് വരാൻ കുറച്ച് സ്റ്റെപ്പുകളായിട്ടാണ് തിരിഞ്ഞെങ്കിൽ അതിനാണ് നമ്മൾ സ്റ്റെപ്ഡ് കോളം ഫൂട്ടിംഗ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ഗ്രില്ലേജ് ഫൗണ്ടേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഈ സ്റ്റീൽ സ്ട്രക്ചേഴ്സിലൊക്കെ കൊടുക്കുന്ന ഒരു പ്രത്യേകതരം ഫൗണ്ടേഷൻ ആണ് ഗ്രില്ലേജ് ഫൗണ്ടേഷൻ. ഈ ചിത്രം കണ്ടാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഒരു സ്റ്റീൽ കോളമാണ്, അതിന് കുറച്ചും കൂടി ഒരു റിജിഡ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം വേണ്ടേ, അതിന് വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ് ഗ്രില്ലേജ് ഫൗണ്ടേഷൻ. ഓക്കെ, ഇനി അടുത്തത് നമ്മളിപ്പം ഒരു കോളത്തിന് ഒരു ഫൂട്ടിംഗ്, അതുപോലെ തന്നെ തൊട്ടടുത്ത് വേറൊരു കോളം അതിന്റെ ഫൂട്ടിംഗ്, അങ്ങനെയല്ല കൊടുക്കുന്നത്. ഇനിയിപ്പോൾ രണ്ട് കോളം അടുത്ത് വരുന്ന ഒരു കേസിലാണ് നമ്മൾ എന്ത് ചെയ്യണം, സെപ്പറേറ്റ് ആയിട്ട് രണ്ട് ഫൂട്ടിംഗ് കൊടുക്കാൻ പറ്റത്തില്ല. ഈ ഒരു കേസിൽ നമ്മൾ രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് കൊടുക്കും. അതിനാണ് നമ്മൾ കമ്പൈൻ ഫൂട്ടിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പലതരത്തിലുണ്ട്. റെക്ടാങ്കുലർ കമ്പൈൻ ഫൂട്ടിംഗ്, ട്രപ്പീസോയിഡുലർ കമ്പൈൻ ഫൂട്ടിംഗ്, പിന്നെ കമ്പൈൻഡ് കോളം വാൾ ഫൂട്ടിംഗ്. അപ്പോൾ ഇതാണ് ഏറ്റവും ആദ്യത്തത്. രണ്ട് കോളം അടുത്തടുത്ത് വരുന്നത്, സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റത്തില്ല, ഫൗണ്ടേഷൻ കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ആ ഒരു കേസിൽ രണ്ടും കൂടെ നമ്മൾ ഒറ്റ ഫുട്ടിങ്ങിലേക്ക് കമ്പൈൻ ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ രണ്ടിലും വരുന്ന ലോഡ് ഒരേ ലോഡാണെങ്കിൽ നമുക്കതിനെ റെക്ടാങ്കുലർ കമ്പൈൻ ഫുട്ടിംഗ് എന്ന് പറയാം. അപ്പോൾ ഇവിടെ കണ്ടില്ലേ, ഇതിനകത്ത് ഈ ഒന്നാമത്തെ കോളത്തിലും രണ്ടാമത്തെ കോളത്തിലും ഒരേ ലോഡാണ് വരുന്നതെങ്കിൽ നമുക്ക് രണ്ടിടത്തും ഒരേ വിഡ്ത്ത് കൊടുത്താൽ മതി. ഇതാണ് ആദ്യത്തത്. രണ്ടാമത് നോക്കി, ഇവിടെ കോളം എനേക്കാളും കൂടുതൽ ലോഡാണ് കോളം ബിയിൽ വരുന്നതെങ്കിൽ നമുക്ക് ഈ കോളം ബിയിനോട് ചേർന്ന് നമുക്ക് കുറച്ചും കൂടെ വിഡ്ത്തിൽ എന്ത് കൊടുക്കേണ്ടി വരും, ഫൗണ്ടേഷൻ കൊടുക്കേണ്ടി വരും. അപ്പൊ നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നതാണ് എന്ത്, ട്രപ്പീസോയിഡൽ കമ്പൈൻ ഫുട്ടിംഗ്. ഓക്കെ, ഇനി ഇവിടെ എന്ന് വെച്ചാൽ ഒരു വാളും ഉണ്ട്, അതുപോലെ തന്നെ കോളവും അടുത്തടുത്ത് വരുന്നുണ്ട്. അപ്പം ഇത് കമ്പൈൻഡ് കോളം വാൾ ഫുട്ടിംഗ്, കമ്പൈൻഡ് ഫുട്ടിംഗ് ആണ് നമ്മൾ പറയുന്നത്. അപ്പൊ ആദ്യത്തത് നമ്മൾ സ്പ്രെഡ് ഫുട്ടിംഗ് പറഞ്ഞു. ഒരു സിമ്പിൾ ആയിട്ട് ഒരു വാളിനോ അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് ഒരു കോളത്തിലോ നമ്മൾ ഫൂട്ടിംഗ് കൊടുക്കുന്നതാണ് സ്പ്രെഡ്. ഇനി കമ്പൈൻ എന്ന് പറയുമ്പോൾ ഈ രീതിയിൽ രണ്ട് കോളത്തിന് ഒരുമിച്ചോ അല്ലെങ്കിൽ ഒരു കോളം വാള് അങ്ങനെ അടുത്തടുത്ത് വരുന്ന രണ്ട് സ്ട്രക്ചേഴ്സിന് കമ്പൈൻ ചെയ്ത് നമ്മൾ ഫൂട്ടിംഗ് കൊടുക്കണം. അതാണ് കമ്പൈൻഡ് കോളം വാൾ ഫൂട്ടിംഗ്. റെഡി? ഇനി അടുത്തത് സ്ട്രാപ്പ് ഫൂട്ടിംഗ്. സ്ട്രാപ്പ് ഫൂട്ടിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും ഇങ്ങനെ നമുക്ക് രണ്ട് കോളത്തിന്റെ ഫൂട്ടിങ്സ് അടുപ്പിച്ച് കൊടുക്കുന്നത് അല്ലെങ്കിൽ ത്രൂ ഔട്ട് നമ്മൾ അങ്ങനെ കൊടുക്കുന്നത് എക്കണോമിക്കൽ ആവാത്ത കേസിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിന്റെ ത്രൂ ഔട്ട് നമ്മൾ അങ്ങനെ ഒരു ഫൗണ്ടേഷൻ ആയിട്ട് അല്ലെങ്കിൽ ഫൂട്ടിംഗ് അങ്ങനെ എലോങ്ങേറ്റ് ചെയ്യാണ്ട് ഈ രണ്ട് ഫൂട്ടിങ്ങിനും കണക്ട് ചെയ്ത് നമ്മൾ ഒരു ബീം കൊടുക്കും. അതിനാണ് നമ്മൾ സ്ട്രാപ്പ് ബീം എന്ന് പറയുന്നത്. ഇങ്ങനെ രണ്ട് ഫൂട്ടിങ്ങിന്റെ ബീമിനെ ഫൂട്ടിങ്ങിനെ കണക്ട് ചെയ്ത് ഒരു ബീം കൊടുത്ത് ചെയ്യുന്ന ആ ഒരു ഫൗണ്ടേഷനാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്ട്രാപ്പ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. ഈ ചിത്രം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഇവിടെ ഇപ്പൊ നമുക്ക് ഒന്നാമത്തെ കോളം എയും കോളം ബിയും തമ്മിൽ കണക്ട് ചെയ്ത് നമുക്ക് എന്ത് ഒരു കമ്പൈൻ ഫൂട്ടിംഗ് കൊടുത്താൽ നമുക്ക് എക്കണോമിക്കൽ ആവൂലല്ലോ. പക്ഷെ ഇതിനൊരു അഡീഷണൽ സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ രണ്ട് ഫൂട്ടിംഗ് തമ്മിൽ കണക്ട് ചെയ്യണം. അങ്ങനെ നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബീം ഉപയോഗിക്കുകയാണെങ്കിൽ അതിനാണ് നമ്മൾ സ്ട്രാപ്പ് ബീം എന്ന് പറയുന്നത്. ഇത്തരം ഒരു ഫൂട്ടിംഗ് ആണ് എന്ത്, സ്ട്രാപ്പ് ഫൂട്ടിംഗ്. ഓക്കെ, നെക്സ്റ്റ് വൺ, അടുത്തത് റാഫ്റ്റ്. ഓക്കെ, നിങ്ങളിപ്പം ഏതെങ്കിലും ഒരു ഷോപ്പിംഗ് മാളിൻ്റെയോ അല്ലെങ്കിൽ ഒരു ബേസ്മെന്റിലേക്ക് ഒക്കെ ഇറങ്ങുന്ന നേരത്ത് നമുക്ക് കാണാം അതിന്റെ താഴ്ഭാഗം മൊത്തം എന്താണ്, കോൺക്രീറ്റ് എന്നാണ്. ഒരു സ്ലാബ് പോലെ തന്നെയാണ് അതിന്റെ താഴ്ഭാഗവും കാണുന്നത്, അല്ലാണ്ട് സോയിലല്ലല്ലോ കാണുന്നത്. അപ്പം അവിടെ എന്ന് വെച്ചാൽ ഒരുപാട് ലോഡൊക്കെ വരുന്ന തരത്തിലുള്ള ഒരു ഹൈ റൈസ് ബിൽഡിംഗ് അല്ലെങ്കിൽ ഒരുപാട് നിലകളുള്ള ഒരു ബിൽഡിംഗ് ആണെങ്കിൽ അവിടെ നമുക്ക് അഡീഷണൽ ബെയറിംഗ് കിട്ടാൻ വേണ്ടി അവിടുത്തെ എൻറ്റയർ സോയിലിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു സ്ലാബ് ഉപയോഗിച്ച് കവർ ചെയ്യുകയാണ്. അത്തരം കവറിങ്ങിനെയാണ് നമ്മൾ റാഫ്റ്റ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. അതിനകത്ത് ഉപയോഗിക്കുന്ന ആ ഒരു സ്ലാബിനെ പറയുന്ന പേരാണ് റാഫ്റ്റ് സ്ലാബ്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇതിന്റെ താഴ്ഭാഗത്തായിട്ട് ബീമുകളുണ്ട്, അതിനെ നമ്മൾ റാഫ്റ്റ് ബീം എന്ന് പറയും. ഇങ്ങനെ റാഫ്റ്റ് ബീമുകളും റാഫ്റ്റ് സ്ലാബും കൂടെ കണക്ട് ചെയ്ത് എൻറ്റയർ പ്ലാറ്റ്ഫോം മൊത്തം നമ്മൾ ഒരു ഫൗണ്ടേഷൻ ആക്കുവാണെങ്കിൽ അതിനാണ് നമ്മൾ റാഫ്റ്റ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. അപ്പം ഇതാണ് അതിൻ്റെ ഒരു പ്ലാൻ. ജസ്റ്റ് നിങ്ങൾക്ക് കാണാം, ആ ഇൻഡിവിജ്വൽ ഡോട്ടായിട്ട് കാണുന്നത് അവിടുത്തെ കോളമാണ്, മൊത്തത്തിൽ സ്ലാബ് ഉണ്ട്, ഈ കോളത്തെ കണക്ട് ചെയ്ത് ബീമുകളും ഉണ്ടാവും. ഓക്കെ, ഇതിനെ ഫ്ലാറ്റ് സ്ലാബ് എന്നും പറയാറുണ്ട്. അപ്പം ഈ രീതിയിലായിരിക്കും നമ്മൾ അതിന്റെ ഫോം വർക്ക് ചെയ്യുന്നത്. അപ്പം ഇത്രയും പ്ലാറ്റ്ഫോം, അതായത് ഈ ഒരു സോയിലിന്റെ ഇത്രയും ഏരിയയിലെ സോയിലിന്റെ ബിയറിംഗും കൂടെ നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കാൻ പറ്റുമല്ലോ. അങ്ങനെ ഒരു അഡീഷണൽ അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് പൈലുകളുടെ ഒക്കെ എണ്ണം കുറയ്ക്കാൻ പറ്റും.
അങ്ങനെ എക്കണോമിക്കൽ ആസ്പെക്ട് ഒക്കെ ആലോചിച്ചിട്ട് നമ്മൾ ചെയ്യുന്നതാണ് എന്ത് റാഫ്റ്റ് ഫൗണ്ടേഷൻ. ഇനി നമ്മൾ ഡീപ് ഫൗണ്ടേഷനിലേക്ക് പോവുകയാണ്. ഞാൻ പറഞ്ഞ കാര്യം എന്താണ്, ഡെപ്ത് ഇസ് വെരി ലാർജ് അല്ലെങ്കിൽ ഇറ്റ് ഇസ് ഗ്രേറ്റർ ദാൻ ദി വിഡ്ത്ത്, അങ്ങനത്തെ കേസിലാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ഡീപ് ഫൗണ്ടേഷൻ ഉപയോഗിക്കുന്നത്. മെയിൻലി നമുക്കൊരു 2 രീതിയിലുള്ള ഡീപ് ഫൗണ്ടേഷൻ പഠിക്കാനുണ്ട്. പൈൽ ഫൗണ്ടേഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ, പൈലിംഗ്. നമ്മളിപ്പോൾ വീക്ന കോളേജിൻ്റെ ഒക്കെ ആണെങ്കിലും അവിടെ വന്നിട്ട് ഒരു സാധനം ഇങ്ങനെ അടിച്ച് താത്തുന്നൊക്കെ കണ്ടിട്ടില്ലേ. അപ്പം ആ രീതിയിൽ ഒരുപാട് ഡെപ്തിലാണ് ഈ ഒരു നല്ല സോയിൽ ഉള്ളതെങ്കിൽ നമുക്ക് അവിടുത്തെ മേലത്തെ സോയിൽ മാത്രം ഉപയോഗിക്കാൻ പറ്റില്ല. ആ ഒരു ഡെപ്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ഫൗണ്ടേഷന്റെ ലോഡ് നമ്മൾ എത്തിക്കണം. അപ്പം അതിനു വേണ്ടി ഒരുപാട് ഡീപ്പിലായിട്ട് നമ്മൾ ഈ ചെയ്യുന്ന ഫൗണ്ടേഷനാണ് ഡീപ് ഫൗണ്ടേഷൻ. അതിന്റെ ഒന്നാമത്തേതാണ് പൈൽ ഫൗണ്ടേഷൻ. അപ്പം 3 തരത്തിലുള്ള പൈലിംഗ് ഉണ്ട്. എൻബെയറിംഗ് പൈൽ, ഫ്രിക്ഷൻ പൈൽ ആൻഡ് കോമ്പാക്ഷൻ പൈൽ. അത് അതിന്റെ ലോഡ് ട്രാൻസ്ഫറിങ് അനുസരിച്ചാട്ടോ 3 പൈലിംഗ് പറയുന്നത്, എൻബെയറിംഗ്, ഫ്രിക്ഷൻ ആൻഡ് കോമ്പാക്ഷൻ. അപ്പം ഈ ചിത്രം ഒന്ന് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഏറ്റവും മേലെ കാണുന്ന ആ ഒരു ഭാഗത്ത് സോഫ്റ്റ് സോയിലാണ്. ഈ ഒരു ഭാഗത്തൊക്കെ സോഫ്റ്റ് ആയിട്ടുള്ള സോയിലാണ്. ഇനി എന്താ സംഭവിക്കുന്നത്, ഇത് നമുക്ക് ഹാർഡ് സ്ട്രാറ്റ ഇവിടം വരെ എത്തണം. ഓക്കെ, അപ്പം ഈ നടുക്കത്തെ ഒരു സോയിൽ ഉപയോഗിക്കാണ്ട് ഈ താഴ്ഭാഗത്ത് വരെ ഈ ലോഡ് എത്തിക്കുന്നതിനാണ് നമ്മൾ എൻ ബെയറിംഗ് പൈൽ എന്ന് പറയുന്നത്. ഇവിടെ ഈ കാണുന്ന ഭാഗമാണ് എന്ത്, ഒരു ഹാർഡ് ആയിട്ടുള്ള സോയിൽ. അവിടം വരെ ലോഡ് എത്തിച്ച് അതിനകത്തേക്ക് കയറ്റിയിട്ടാണ് നമ്മൾ എന്ത് നിർത്തുന്നത്, ഈ ഒരു പൈലിംഗ് നിർത്തുന്നത്. രണ്ടാമത്തെന്ന് വെച്ചാൽ അങ്ങനെ ഒരു ഹാർഡ് സ്ട്രാറ്റ പെട്ടെന്നൊന്നും കിട്ടാനില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ സോയിൽ തന്നെ, ഇപ്പോൾ ഒരു സാൻഡി സോയിലൊക്കെ ആണെങ്കിൽ ആ സോയിൽ തന്നെ തരുന്ന ആ ഒരു ഫ്രിക്ഷൻ ഉപയോഗിച്ച് നമ്മളിങ്ങനെ നിർത്തുവാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഫ്രിക്ഷൻ പൈൽ എന്ന് പറയുന്നത്. കോമ്പാക്ഷൻ പൈൽ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ ഒരു പൈൽ അടിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, സൈഡ് 2 ഭാഗത്തേക്ക് നമ്മൾ കോമ്പാക്ട് ചെയ്യും. ഓക്കെ, ഈ ഒരു അപ്പോൾ എന്താണ് സംഭവം, ഈ തൊട്ടടുത്ത സോയിലിൽ നിന്ന് നമുക്ക് ഇതിനകത്തേക്ക് ഒരു പ്രഷർ കിട്ടും. അപ്പോൾ അങ്ങനെ നമ്മൾ നിർത്തുന്നതിനാണ് കോമ്പാക്ഷൻ പൈൽ എന്ന് പറയുന്നത്. അപ്പോൾ 3ന്റെ എക്സ്പ്ലനേഷൻ ആണ്, എൻബെയറിംഗ് പൈൽ ഉണ്ട്, ഫ്രിക്ഷൻ പൈൽ ഉണ്ട്, കോമ്പാക്റ്റിംഗ് പൈൽ ഉണ്ട്. ഓക്കെ, അപ്പം 3ഉം ഒന്ന് ആ ഒരു ഡെഫിനിഷൻ അല്ലെങ്കിൽ ആ ക്ലാസിഫിക്കേഷൻ ഒന്ന് ഓർക്കാൻ ശ്രമിക്കുക കേട്ടോ. അടുത്തത് എന്താണ്, പിയർ ഫൗണ്ടേഷൻ. നമ്മളിപ്പോൾ ഒരു ബിൽഡിങ്ങിൻ്റെ ഒക്കെ ഇന്റർമീഡിയറ്റ് സപ്പോർട്ടുകൾ കണ്ടിട്ടുണ്ടാവില്ല. നമ്മളിപ്പോൾ ഒരു റിവറിൽ അക്രോസ് ആയിട്ട് നമ്മളൊരു എന്താണ് ഒരു ബ്രിഡ്ജ് നിർമ്മിക്കുകയാണെങ്കിൽ അതിന്റെ പില്ലേഴ്സ് ഒക്കെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കൊടുത്തിരിക്കുന്നത്. ഈ പൈലിന്റെ അത്രയും ഡെപ്ത് അല്ല, അതിനേക്കാളും കുറച്ച് ഡെപ്തിൽ നമ്മൾ ഇതേപോലെ ചെയ്യുന്ന ആ ഒരു ഫൗണ്ടേഷൻ ആണ് പിയർ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. ജനറലി പിയർ ഫൗണ്ടേഷൻ ഇസ് ഷാലോ ഇൻ ഡെപ്ത് ആസ് കമ്പയർഡ് ടു ദി പൈൽ ഫൗണ്ടേഷൻ. ഓക്കെ, ഇതാണ് അതിന്റെ ഒരു സ്കെച്ച്. നമ്മളിങ്ങനെ സ്കെച്ച് ഒന്നും പഠിക്കണമെന്നില്ല, ജസ്റ്റ് ഒന്ന് ഓർത്താൽ മതി. ഇനി അടുത്തത് വെൽ ഫൗണ്ടേഷൻ. വെൽ ഫൗണ്ടേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഞാനിപ്പോൾ പറഞ്ഞ പോലെ തന്നെ നമുക്കിപ്പോൾ ഒരു വാട്ടറിലൊക്കെ ഒരു കൺസ്ട്രക്ഷൻ നടത്തണേൽ ആ ഒരു ഭാഗത്തെ വെള്ളം നമ്മൾ ഒഴിവാക്കി ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിലായിരിക്കും നമ്മൾ കോൺക്രീറ്റ് ഒക്കെ കൊണ്ടിടുന്നത് അല്ലേ. അപ്പം അങ്ങനെ അണ്ടർ വാട്ടർ കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ നമുക്ക് ഒരു ബ്രിഡ്ജിന്റെ ഒക്കെ കൺസ്ട്രക്ഷന്റെ സമയത്ത് വെള്ളമില്ലാത്ത ആ ഒരു ഭാഗം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ആ ഒരു പോർഷനാണ് നമ്മൾ വെൽ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. ഇതിന്റെ എക്സാമ്പിൾ ആണ്, ഇതിന് ചുറ്റുമുള്ള വെള്ളം നമ്മൾ ഒഴിവാക്കി എപ്പോഴും ഇതിനകത്തുനിന്ന് മോട്ടോർ ഉപയോഗിച്ച് വെള്ളം പമ്പ് ചെയ്ത് ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, അവിടെ ഫൗണ്ടേഷൻ നിർമ്മിച്ച് അതിന്റെ മേലെ സ്ട്രക്ചർ നിർമ്മിക്കുന്നു. അതിനുശേഷമായിരിക്കും നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വെള്ളം ഇതാക്കുന്നത്. അപ്പം ഇങ്ങനെ ഒരു വെള്ളമില്ലാത്ത ആ ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് കൺസ്ട്രക്ഷൻ സാധ്യമാക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു ഫൗണ്ടേഷനാണ് എന്ത്, വെൽ ഫൗണ്ടേഷൻ. അപ്പം മെയിൻലി നമ്മൾ നോക്കിയത് ഏതൊക്കെയാണ്, ഫൗണ്ടേഷൻ, അതിന്റെ ടൈപ്സ്, ഡീപ്പ് ഉണ്ട്, ഷാലോ ഉണ്ട്. ഷാലോ ഫൗണ്ടേഷൻ ഏതൊക്കെയാണ്, സ്പ്രെഡ് ഫൂട്ടിംഗ് ഉണ്ട്, കമ്പൈൻഡ് ഫൂട്ടിംഗ് ഉണ്ട്, സ്ട്രാപ്പ് ഫൂട്ടിംഗ് ഉണ്ട്, റാഫ്റ്റ് ആൻഡ് മാറ്റ്. ആ 4 പേരുകളൊന്നും ഓർക്കുക, അതിന്റെ ചിത്രം ഒന്ന് മനസ്സിലാക്കാണ്. അതുപോലെ തന്നെ ഡീപ് ഫൗണ്ടേഷൻ 3 പൈല്, പിയർ, വെല്ല് അല്ലെ. അപ്പം അത് 3 ഉപയോഗിക്കുന്ന ആ ഒരു സിറ്റുവേഷനും കൂടെ ഒന്ന് ഓർക്കാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.